ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഓണമൊക്കെ അല്ലേ, നമ്മുടെ ചേട്ടായിമാരൊക്കെ വന്ന് ചേട്ടായിമാർക്കൊരു ആഗ്രഹം എവിടോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന്. അന്നേരം നമ്മുടെ അവിടുന്ന് ജസ്റ്റ് ഒരു 20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്താൽ മതി നമ്മുടെ കമ്പത്തി ആടാൻ പറ്റും കേട്ടോ, തമിഴ്നാട്. അവിടെ നിന്നിട്ട് അടിപൊളി നല്ല വൈബ് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ, നമ്മുടെ ഒരു മുന്തിരിത്തോട്ടം. നമ്മൾ ആദ്യം കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും, അതായത് ഇവിടെ നല്ല ഒത്തിരി ഏക്കർ കണക്കിനാണ് മുന്തിരിപ്പാടങ്ങളുള്ളത്. അന്നേരത്തേക്കും ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമ്മളെ കാണിക്കാൻ വേണ്ടി തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ കയറി ചെല്ലുന്ന ഭാഗത്തെല്ലാം പച്ചമുന്തിരി, അതായത് കുറച്ച് വിളവായി വരുന്ന മുന്തിരികളാണ്. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് ഇത് കണ്ടോ, നല്ല പഴുത്ത് നല്ല നല്ല കിടുക്കാച്ചിയായിട്ട് കിടക്കുന്നുണ്ടോ. പല പല സ്ഥലത്ത്, അതായത് ഇവിടെ ഒരിക്കലും ഈ മുന്തിരി കൃഷി നിൽക്കുന്നില്ല. കാരണം ഒരു സൈഡിൽ വിളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പുറേ ഭാഗത്ത് ഏകദേശം നമ്മുടെ കായിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഭയങ്കര അറേഞ്ച്മെൻറ്റ് ചെയ്തുള്ള ഒരു കൃഷിയാണ് ഇവർ. പിന്നെ വേറെ നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നാന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിത് കയറി കാണാനൊന്നും നമുക്ക് പാസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പറിക്കാനോ അങ്ങനെ പിടിക്കാനൊക്കെ സംഭവിക്കും. നമുക്ക് പറിക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല, ഫൈനാണ്. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, 500 രൂപ ഫൈനാണ് കേട്ടോ. അതേ നമ്മുടെ പൊണ്ടാട്ടി അതിലൊക്കെ തൊട്ട് നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പാൻ. ഞാനവിടെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ നിന്നു. അതായത് നല്ല തിക്കായിട്ടാണ് ഈ പ്രാവശ്യം. നമ്മൾ നേരത്തെയൊക്കെ വന്ന് കണ്ടിട്ട് വന്നാലും ഇതേപോലൊക്കെ തിക്കായിട്ട് മുന്തിരി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് നല്ല സൈസായിട്ട് നല്ല പഴുത്ത് വന്ന ഒരു ഇതേ ഉള്ളൂ. ചില സമയത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് പഴുത്ത് ഇങ്ങനെ ഇറുങ്ങി വന്നിട്ട് താഴെ പോകുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഈ പ്രാവശ്യത്തെ നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല തിക്കായിട്ട് പഴുത്തേക്കും. പിന്നെ നമ്മൾ വേറെ എന്നാന്ന് വെച്ചാൽ, പിന്നെ ഇവരുടെ ഫാക്ടറി തന്നെ നിർമ്മിച്ചു കൊണ്ടിരുന്ന നമ്മുടെ വൈനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഫ്രഷ് മുന്തിരി തന്നെ അവരുടെ ജ്യൂസ് കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ഈ ഒരു വരുമാനം. അല്ലാതെ നമുക്ക് ജസ്റ്റ് കയറി കാണാനോ അങ്ങനത്തെ ഇതിനൊന്നും അവർ പൈസ വാങ്ങിക്കത്തില്ല. സംഭവം കിട്ടുവാണ് കേട്ടോ. ഈ പ്രദേശം ഫുള്ള് നമ്മുടെ മുന്തിരിപ്പാടങ്ങളാണ്. ഈ ഒരു കമ്പ സൈഡ് ഫുള്ള് നമ്മുടെ മുന്തിരിപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ചുമ്മാ എന്നിട്ട് ക്യാമറയൊന്ന് മണ്ടയിലോട്ട് പൊക്കി കണ്ടോ, പൊളിയല്ലേ. മണ്ടേ മൊത്തം നമ്മുടെ ഇലകളും, താഴെ നോക്കുമ്പോൾ മൊത്തം മുന്തിരി. എന്താ നമ്മുടെ ഇടുക്കി സൈഡിനെ വെച്ച് നോക്കുവാണെങ്കിൽ കമ്പത്തൊക്കെ എന്തോ വെയിലാണെന്നറിയോ, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇവന്മാർ കണ്ടില്ലേ, ഒന്ന് വാടുക പോലും ചെയ്യത്തില്ല. അതേപോലൊക്കെ കെയറിങ് ആണ് അവരോട്. കണ്ടോ, ഇതിൻ്റെ എല്ലാം താഴെ കൂടെ മറ്റേ വെള്ളത്തിനുള്ള കണക്ഷൻ പോയിട്ടുണ്ട്. സംഭവം സെറ്റല്ലേ. ഇതുകൊണ്ട് ഈ പ്രാവശ്യത്തെ മുന്തിരിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. കാരണം അത് ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു കേട്ടോ ആ മുന്തിരി കാണാൻ. നിങ്ങൾ നേരത്തെയൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാം നല്ല പഴുത്ത് തീരാറായ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഈ പ്രാവശ്യത്തെ തോട്ടം അടിപൊളിയാണ്. ഇതുകൊണ്ട് ഇത് കമ്പൊന്നും കുത്തി വെച്ചേക്കുന്നല്ല കേട്ടോ. ഇതാണ് നമ്മുടെ മുന്തിരിയുടെ മറ്റേ മൂട് കേട്ടോ. പൊളിയല്ലേ. ഇതിനി നമ്മുടെ, അതായത് ഇതേലെ ഇപ്പം മുന്തിരിങ്ങയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരത് ജസ്റ്റ് കട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ആ പ്ലാന്റ് പിന്നെയും സെറ്റായി വരും. ഇതുകൊണ്ട് ഒരു സൈഡിൽ മറ്റേ മുന്തിരിങ്ങ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം വന്നപ്പോഴാട്ടെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റും. ഒരു ഭാഗത്ത് മുന്തിരിങ്ങ ആകുന്നു കേട്ടോ. ഈ മുന്തിരി അത്ര ആയപ്പോഴത്തേക്കും തന്നെ ഈ മുന്തിരിയുടെ വണ്ണം കണ്ടു ഇത്രയും കുറവാണ്. ലാസ്റ്റ് നമ്മൾ ആദ്യം കണ്ട മുന്തിരി എന്ന് പറഞ്ഞാൽ കുറേ നാളായതാണ് ഇതിൻ്റെ വണ്ണം കണ്ടോ. പിന്നെ നേടെ നമ്മളവിടെ ഇരുന്ന താറാവ് ചേട്ടനൊരു രാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നൈസായിട്ട് ചാടി. അന്നേരം ചേട്ടെ അവിടുന്ന് ഫ്രഷ് മുന്തിരിയുടെ ജ്യൂസും വാങ്ങിച്ചു. ബ്ലാക്ക് ഉണക്കുന്നത് തട്ടി കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വൈ. പിന്നെ വേറെ തന്നെ വൈനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വില ചോദിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി. പിന്നെ ഇവിടെ നമുക്ക് കിട്ടും ഒരു 3 കിലോ ഒരു ബോക്സിന് ഇവിടെ 300 രൂപ വില കേട്ടോ, കിലോയ്ക്ക് 100 രൂപ. ഇതുണ്ടോ, അവർ തന്നെ നമ്മുടെ ഇവിടുത്തെ മുന്തിരി തൈകളൊക്കെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അവിടെ തൈകളാണെന്ന് പറഞ്ഞാലും നമ്മളവിടെ സെറ്റാകത്തില്ല കേട്ടോ. പിന്നെ വേണ്ടേ വൈന്. അങ്ങനെ ഞങ്ങൾ ഒരു വൈനും വാങ്ങിച്ചു. പിന്നെ ചേട്ടായി ഒരു വൈനും വാങ്ങിച്ചു. ഈ വൈന് 350 രൂപയാണ്. പിന്നെ ഇതിലും ഇച്ചിരിയുടെ, പിന്നെ അതല്ലാതെ അതിൻ്റെ ടോപ്പ് ഒരു വൈനും കൂടെ ഉണ്ട് കേട്ടോ, അതിന് 600 രൂപ. സംഭവം ഞങ്ങൾ വാങ്ങിച്ചു, 600-ൻ്റെ വാങ്ങിച്ചു. 600-ൻ്റെ ഇച്ചിരി ടെറർ സാധനം കേട്ടോ. ഇതും പൊളിയായിരുന്നു. അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു.